കോഴിക്കോട് വിലങ്ങാടും സമീപ പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ബാധിച്ച കെട്ടിടങ്ങളിൽ പരിശോധന നടത്താൻ 4 വിദഗ്ധ സംഘങ്ങളെ നിയോഗിച്ച് ജില്ലാ കളക്ടർ. ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ ഓരോ കെട്ടിടവും ഇന്നു മുതൽ പരിശോധിക്കും. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ നാളെ ക്യാമ്പ് സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘം തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂര എന്നിവ പരിശോധിച്ച് കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കും. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന ഉരുളൻ കല്ലുകളും ചെളിയും മണ്ണും ചേർന്നടിഞ്ഞ അവശിഷ്ടം കെട്ടിടങ്ങൾക്ക് ഭീഷണിയാണോ എന്നതും പരിശോധിക്കും. ഓരോ സംഘത്തിലും 6 പേർ വീതമാണുള്ളത്. ഇതിൽ ജിയോളജിസ്റ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ, PWD ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 19-നകം പരിശോധന പൂർത്തിയാക്കി സംഘങ്ങൾ വടകര RDOയ്ക്ക് റിപ്പോർട്ട് നൽകും. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനഃസൃഷ്ടിച്ച് നൽകാനുള്ള പ്രത്യേക അദാലത്ത് നാളെ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നടക്കും. രാവിലെ 10-ന് ആരംഭിക്കുന്ന അദാലത്തിൽ വിവിധ വകുപ്പുകളുടെ 12-ലേറെ കൗണ്ടറുകൾ പ്രവർത്തിക്കും. ഇന്നു മുതൽ ഉരുട്ടിപ്പാലം വഴി ബസ്സുകൾ കടത്തിവിടും. ഇതോടെ ഉരുൾപൊട്ടലുണ്ടായി 16 ദിവസത്തിന് ശേഷം ബസ്സുകൾ വിലങ്ങാട് എത്തി തുടങ്ങും. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.